എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിലേക്ക് ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് സോണിയുടെ ആൽബിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് വരന്റെ വീട്ടിലേക്ക് ആൽബിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇതൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞ് ചന്ദ്രസേന നിൽക്കുവാണ്. ചന്ദ്രസാൻ നിപ്പ് കണ്ടപ്പോൾ തന്നെ കിരൺ പറഞ്ഞു, അച്ഛനെന്തിനാ സങ്കടപ്പെടുന്നത്? സന്തോഷിക്കുമല്ലേ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. രൂപം പറഞ്ഞു, ശരിയാ, എത്രയോ നാളത്തെ നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നില്ലേ അവര് ഒന്നിക്കണം എന്നുള്ള, സോണിമോളുടെ കല്യാണം കഴിയണം എന്നുള്ള. കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും എല്ലാം മംഗളകരമായിട്ട് നടന്നില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് കല്യാണം ഇങ്ങോട്ട് വന്നു, കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് കിരണേട്ടനെടുത്ത ആ റിസ്ക് ഉണ്ടല്ലോ, അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറയാം. സേനം പറഞ്ഞു, ഇനി ഒരു കാരണവശാലും അവനെ വെറുതെ വിടല്ലേ. അയാളുണ്ടല്ലോ ആ ദുഷ്ടൻ, അവൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാം. കിരൺ പറയാം, അച്ഛാ അതിനെക്കുറിച്ചൊന്നും അച്ഛനോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിക്കുക. അയാളുടെ മുന്നിൽ നിങ്ങൾ തലയുർത്തി പിടിച്ച് അന്തസ്സോടെ ജീവിച്ച് കാണിക്കണം. അതാ ചെയ്യേണ്ടത്. അത് അയാൾക്കോട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടി തന്നെയാണ്. അതിൽ കൂടുതൽ എന്ത് ശിക്ഷ അയാൾക്ക് കൊടുക്കാനുള്ള നിങ്ങളെന്ന് പറയാം. പിന്നെ അയാളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ ഇതിനകത്ത് ഇടപെടേണ്ടെന്ന് പറയാം. അത് മോനെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, വാ, സന്തോഷമായില്ലേ, ഇനി എല്ലാവർക്കും വീട്ടിലേക്ക് പോകല്ലോ. ഇനി ഒരു അപകടങ്ങളും ഉണ്ടാകാൻ പോവില്ല. ഇനിയിപ്പം അയാൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ കിരൺ ആരാന്ന് ശരിക്കും അയാൾ അറിയാൻ പോകുന്നുള്ളത് പറയാം. പിന്നീട് കാണിക്കുന്ന ആൽബിയും ആൽബിയുടെ അച്ഛനും അവരെല്ലാവരും വീട്ടിലേക്ക് ചെല്ലുക. അപ്പം ചാരിമുള എടുത്തോണ്ട് അഗസ്റ്റിന്റെ ഭാര്യ ഇറങ്ങണത്, ആൽബിയുടെ അമ്മ എടുത്തോണ്ട് ഇറങ്ങുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും അഗസ്റ്റിൻ പറഞ്ഞു, അതെ ഇവിടെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ, രണ്ടുപേരും വലതുകാല് വെച്ച് അങ്ങോട്ട് കയറിക്കോ, ഒരു പ്രശ്നമില്ലെന്ന് പറയാണ്. അങ്ങനെ വലതുകാല് വെച്ച് സോണി അകത്തേക്ക് കയറുവാണ്. ചാരുമോളെ ഇങ്ങോട്ട് താട്ടമ്മ ചാരുമോളെ പിടിക്കാൻ തന്നെ, വേണ്ട മോളെ, ഇവിടെ ഇനി ഞങ്ങളുടെ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് പൊക്കോളാൻ പറയാം. മോള് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയാണ്. കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് ആൽബിയുടെ അമ്മ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സോണിക്ക് വല്ലാത്ത സന്തോഷമായിപ്പോയി. കാരണം ഇത്ര നന്നായിട്ട് നോക്കുന്ന തൻ്റെ കുഞ്ഞിനെ ഇത്ര നോക്കുന്നു ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനാണെങ്കിൽ ഇന്ന് വരെ ഈ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. മുത്തശ്ശനോ ഇത് ഈ സ്വന്തം കുഞ്ഞല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വന്തം കൊച്ചുമോളല്ലെന്നും പറഞ്ഞായിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ നല്ലൊരു ജീവിതം ചാരുമോളെ പൊന്നു പോലെ നോക്കുന്നൊരു മുത്തശ്ശനെയും കിട്ടിയേക്കുന്നത്. അതൊക്കെ ഓർത്തപ്പം അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. പിന്നീട് ആൽബിയുടെ കയ്യം പിടിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ്. ഈ സമയത്ത് വിക്രമും പ്രകാശനൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നെ പ്രകാശൻ പറഞ്ഞു, എന്നാലും മോനെ ഇന്ന് അവളുടെ കല്യാണം നടക്കേണ്ട ദിവസമല്ലായിരുന്നോ? ഈ കല്യാണം അങ്ങോട്ട് മുടങ്ങി, അത് നമുക്ക് സന്തോഷിക്കണ്ടേന്ന് ചോദിക്കണം. പിന്നെ സന്തോഷിക്കണ്ടേ, അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭാനുമതിയമ്മ കുറച്ച് പായസമൊക്കെ ആയിട്ട് വന്നത്. ഇതെന്താ അമ്മേ? അല്ല മോനെ, ഇന്ന് അവളുടെ കല്യാണം നടക്കേണ്ട ദിവസമല്ലേ, അത് കല്യാണം നടന്നില്ലോ, അതിന് വേണ്ടിയുള്ള ആഘോഷം ഇത്. ഒരു സദ്യ വെക്കണം എന്നായിരുന്നു എൻ്റെ ഉള്ളിൽ ആഗ്രഹം. പക്ഷെ അതിന് വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഈ പായസത്തെ നമുക്ക് ഇന്ന് അങ്ങോട്ട് ഒതുക്കാന്ന് പറയാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാടാ, എന്ത് റിസ്ക് എടുത്താലും ശരി, ഇനി അവൾക്ക് വരുന്ന ഓരോ കല്യാണാലോചന മുടക്കണം എന്ന് പറയാം. അത് പിന്നെ അച്ഛൻ എന്നോട് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? അവൾ ഒരു കാരണവശാലും അവൾക്കിനിയൊരു വരനെ കിട്ടത്തില്ല, അവൾക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടത്തില്ല. ഇനി അവളുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ഈ ഞാൻ മാത്രമായിരിക്കും. അവൾ എൻ്റെ കാലിക്കീഴി വന്ന് വീഴുവച്ചാ അതുപോലെയുള്ള ക്രൂരതയായിരിക്കും ഇനി ഞാൻ അവളോട് കാണിക്കാൻ പോകുന്നത്. അവൾക്ക് ഒരു കല്യാണം പോലും നടക്കാതെ അവൾ ഇങ്ങനെ അവിടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കണം. അവസാനം എൻ്റെ കാലിക്കീഴിലേക്ക് വരണമെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല, അറിയാലോ അവളുടെ വീട്ടുകാരും ഇച്ചിരി ക്യാഷുള്ള ടീമാണെന്നറിയാലോ. അതുകൊണ്ട് ആദ്യമായിട്ട് നീ ചെയ്യേണ്ടത് ഏത് കല്യാണം വന്നാലും അതൊക്കെ നീ മുടക്കുക ചെയ്യണ്ടേ. അതിനിപ്പോൾ ഒരാൾ ചാരന്മാരായിട്ട് വെച്ചാലും കുഴപ്പമില്ല, നിന്റെ സ്പൈ വർക്കായിട്ട് എത്രയും പെട്ടെന്ന് ഈ അവൾക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കണം. ഈ കല്യാണം മുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പം വേറെ കല്യാണം പെട്ടെന്ന് തന്നെ ആലോചിക്കുമെന്ന് പറയാം. ആൽബിയുടെ കല്യാണം കഴിഞ്ഞ് കാണുമല്ലോ, അതേച്ചാ കല്യാണം കഴിഞ്ഞ് കാണും. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ആൽബിയുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് അവർക്കൊരു വാശിയായിരിക്കും എന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരണ്യ വന്നത്. അപ്പം കല്യാണിനെ കണ്ടായിരുന്നു. കല്യാണി കണ്ടു പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, വിക്രത്തിനുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയാണ്. കല്യാണം പറഞ്ഞു, ഇനി എൻ്റെ ആങ്ങളെയാന്നുള്ള ആ ഒരു പരിഗണനയൊന്നും വേണ്ട, അവനിട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തോ, ഇനി ഒരു സപ്പോർട്ടുമായിട്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയാം. ഇതിൻ്റെ സോണിയുടെ കല്യാണം മുടക്കാൻ അവനെ വെറുതെ വിട്ടുകൂടാന്ന് പറയാം. പെട്ടെന്ന് തന്നെ ശരണ്യ പറഞ്ഞു, അതൊന്നും ഓർത്ത് കല്യാണി വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ കല്യാണിക്ക് വാക്കും കൊടുത്തിട്ടാണ് ശരണ്യ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ പായസമൊക്കെ കുടിച്ച് ആഘോഷിച്ച് അപ്പനും മോനും മുത്തശ്ശിക്ക് ഇരിക്കുന്ന കണ്ടു. അല്ല, എന്താ വിശേഷം? ഭയങ്കര എന്തോ വിശേഷമാണെന്ന് തോന്നുന്നു. ആരുടെയും പിറന്നാളാണെന്ന് ചോദിക്കുകയാണ്.
പെട്ടെന്ന് ഭാനുമതിയിൽ ഒരു പതർച്ചയുണ്ടായി. വിക്രം പറഞ്ഞു, അതുകൊണ്ടല്ലേ പായസം മുത്തശ്ശി ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. ഇന്ന് അവളുടെ കല്യാണ ദിവസമല്ലായിരുന്നു സോണിയുടെ. ആ വിവാഹം മുടങ്ങിയില്ലേ, അപ്പൊ അതിന് സന്തോഷമെന്ന് പറയാം. നിങ്ങൾ എന്തൊരു ദുഷ്ടതാ. എന്നാലും നിങ്ങളുടെ ഭാര്യയല്ലായിരുന്നു ചോദിക്കും. അവളോ? പിന്നെ ഭാര്യയാണ് പോലും. അവളെ പോലുള്ള ഒരുത്തി എൻ്റെ തലയിലേക്ക് കയറിയതുകൊണ്ടാണ് എൻ്റെ ജീവൻ നശിച്ചു പോയത്. അവൾക്ക് ഒരു കാലത്തിനി ഒരു ഭർത്താവ് ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനിത് അനുവദിക്കില്ലെന്ന് പറയാം. ശരണ്യ മനസ്സിൽ പറയും, നീ ഇത് സന്തോഷിച്ചിരുന്നോടാ. അവളിപ്പോൾ നല്ല സുന്ദരമായിട്ട് ഒരുത്തിൻ്റെ കൈയും പിടിച്ച് പോയിട്ടുണ്ട്. അവളെ പൊന്നു പോലും നോക്കുന്ന ഒരുത്തൻ. നീ അത് കണ്ട് നീ ചങ്ക് തകർന്നൊരു നിമിഷം വരും. ഞാനായിട്ട് നിന്നെ ആ കാഴ്ച കാണിച്ചു തരൂടാ. അടുത്ത ദിവസമാട്ടെ അവരിങ്ങോട്ട് വിരുന്നിന് വിളിക്കുന്നുണ്ട്. വിരുന്നിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ശരണ്യ ആരാന്ന്. അപ്പോഴാണ് നീ ചങ്ക് തകർന്ന് കരയാൻ പോകുന്നത്. അതുവരെ അച്ഛനും മോനും മുത്തശ്ശി എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചോളാൻ പറയണം. ശരണി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടത്തരം വേണ്ടായിരുന്നു കേട്ടോ. അല്ല, മോൾക്ക് ഇച്ചിരി പായസം എടുക്കട്ടെന്ന് ഭാനുമതിയമ്മ ചോദിക്കുകയാണ്. എനിക്ക് പായസം വേണ്ടാന്ന്. എന്നതൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ട് കുടിച്ചോ. നാണമില്ലേ ഒരാളുടെ പതനത്തിൽ ഇങ്ങനെ സന്തോഷിക്കാനായിട്ട്. ഞങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞിട്ട് ശരണ്യ അകത്തേക്ക് കയറി പോവാണ്. പ്രകാശം പറഞ്ഞു, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ കാണിക്കുന്നത്. അവളുടെ ഇഷ്ടമൊക്കെ ആര് നോക്കുന്ന വെച്ചാ. അതെ, ഇവിടുന്ന് എത്രയും പെട്ടെന്നൊന്ന് മാറണം. ഭാനുമതി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല ഇനി ഇവിടെ നിൽക്കാനായിട്ട്. ഇവരുടെ ആട്ടും തുപ്പും കേട്ട് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്താലും അല്ല, അവസാനം കുറ്റം മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാം. പ്രകാശം പറഞ്ഞു, അതിനിപ്പോൾ എന്ത് ചെയ്യാനമ്മേ, എവിടെയെങ്കിലും പോകാനിടെ ഇടം വേണ്ടെന്ന് ചോദിക്കുകയാണ്. അതാ ഞാൻ ഇവനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആ സോണിമോളെ സ്വന്തമാക്കാനായിട്ട്. എങ്കിലും സുഖിച്ച് അവിടെ പോയി കഴിയാം, ഒരു ജോലിയും ചെയ്യണ്ട എന്ന് പറയാം. വിക്രം പറഞ്ഞു, അതിനൊക്കെ സമയമുണ്ട് മുത്തശ്ശി സമാധാനപ്പെടാൻ പറയാണ്. പിന്നീട് മനോഹറിനെ കാണാനായിട്ട് കിരണും കല്യാണിയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് രാഹുൽ ആകെപ്പാടെ വിളറി പിടിച്ചിരിക്കുക. രാഹുലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗുണ്ടകൾ വിളിച്ചിട്ട് പറഞ്ഞു, തട്ടിക്കൊണ്ട് പോയതൊക്കെ ശരി തന്നെയാ, പക്ഷെ ആ സമയം വന്ന് കിരണ് ഞങ്ങളെല്ലാം തകർത്തടിച്ചിട്ട് അവളെ കുഞ്ഞിനെ കൊണ്ട് പോയെന്ന് പറയാടാ. രാഹുലിന് ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പം നേരെ അവൻ ഇങ്ങോട്ട് വരും. ചന്ദ്രസേന ഇനി അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. തൻ്റെ പതനം ഉറപ്പാക്കുമായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. എന്താ ഒരു പോംവഴി, അതൊക്കെ ഓർത്ത് തല പോഞ്ഞ് ആലോചിക്കുമ്പോഴാണ് സരയും ഇങ്ങോട്ട് വരുന്നേ. സരയു വന്നിട്ട്, എന്താ അച്ഛൻ്റെ മുഖത്തൊരു ദുഃഖഭാവം എന്താന്ന് ചോദിക്കണേ. ഒന്നുമില്ല. പിന്നീട് ശാരിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ മുഖഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശാരിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്തുണ്ടെങ്കിലും തുറന്നു പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. മനുഷ്യനോട് ആകെപ്പാടെ സമനില തെറ്റിയിരിക്കുമ്പോഴാണ് അവരുടെ ഒരു ചോദ്യങ്ങളുമായിട്ട് വരവെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ സമനില പണ്ടേ തെറ്റിയതല്ലേ മനുഷ്യ, അത് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശാരി, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എൻ്റെ പരിധി വിട്ട് കഴിഞ്ഞോട്ടെ ഞാൻ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. നീയും നിൻ്റെയൊക്കെ ഒരു മരുമോനും കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെയും ഞാനെന്ന് പറയാണ്. അവൻ്റെ തനി സ്വരൂപം നിനക്ക് അറിയത്തില്ലാണ്ട് പറയാം. സരേ വെറുതെ അച്ഛൻ വീണ്ടും തുടങ്ങിയമ്മേ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നു പറഞ്ഞുകൊണ്ട് സരി അങ്ങോട്ട് അകത്തേക്ക് കയറി പോകണം. ശാരി എന്നിട്ട് ചോദിച്ചു, നീക്ക് എന്തിൻ്റെ സൂക്കേടാ എൻ്റെ മനുഷ്യ. എപ്പോൾ കണ്ടാലും മോളോട് ഇങ്ങനെ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവളെ നമ്മളെ നോക്കാനുള്ളൂ. അവളും മനുമോനും കൂടെ ഇനിയിപ്പം ഇതിൻ്റെ പേരിലെങ്ങാനും മരുമോൻ ഇവിടെ നിന്നെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത്. ഈ വയസ്സരാൻ കാലത്ത് ഇനി ഇവിടെ തന്നെ കുത്തിയിരിക്കേണ്ട വരും. ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ എൻ്റെ മകളുടെ കൂടെ അങ്ങോട്ട് പോകുന്നു പറയണം. രാഹുലും മനസ്സിൽ പറഞ്ഞ് പോകൂടി, എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. അവന് നിന്റെ സ്വഭാവം അല്ല അവനെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അറിയാതെ നിന്നെ ഇങ്ങനെ ഇപ്പോൾ പറയത്തില്ലായിരുന്നു പറയാം. മനസ്സിലാക്കുന്നൊരു സമയം വരും. അധികം വൈകാതെ നിനക്ക് ആ സത്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് രാഹുൽ മനസ്സിൽ പറയണം. ഈ സമയത്ത് മനോഹർ കിരണിൻ്റെ കല്യാണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നീട് കിരണിനെ കണ്ടപ്പോൾ മനോഹർ അല്ല എന്താ കിരൺ സാറെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. നിന്റെ അങ്കിൾ എന്തിയേ, ആ ബഗാസുരൻ എന്തിയെന്ന് ചോദിക്കണം. അയാൾ അവിടെ ഉണ്ട്. അയാളിപ്പോൾ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലെന്ന് പറയാം. അയാൾ അധികം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റുമെന്ന് പറയണേ. എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കും. പ്രശ്നം ഉണ്ടോന്നോ? അവൻ കാരണം പ്രശ്നങ്ങളേ ഉള്ളെന്ന് പറയാം. എൻ്റെ പൊന്നു സാറേ എന്ത് ചെയ്യാനാ, അങ്ങേര് കാരണം എനിക്കും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. അത് പിന്നെ നിന്റെ കയ്യിലിപ്പോൾ കൊണ്ടല്ല പകുതിയൊക്കെ എന്ന് ചോദിക്കണം. അല്ല സാറേ അതെന്തുകൊണ്ടാ? അയാളുടെ സ്വഭാവം അറിയാലോ. അയാൾ എന്നെ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത്. ഞാനാണെങ്കിൽ സാരിയോ ഒറ്റ ഒരാളുള്ളതുകൊണ്ട് മാത്രം ഇപ്പം ജീവനോടെ ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാൾക്കൊരു തീരുമാനമാക്കണമെന്ന് പറയാം. അതിന് സാറും കൂടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. കിരൺ പറഞ്ഞു, അല്ല നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താ? എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അയാൾ പകുതി സമനില തെറ്റിയ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറയണം. അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയാളുടെ ഭാര്യയും മകളും തന്നെ അയാൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു പരത്തിയേക്കുക. അതിപ്പം ഞാനും അത് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് വെച്ചേക്കുക. ഇതൊരു നല്ല അവസരമാണെന്ന് പറയാണ്. അപ്പം കിരൺ ചോദിച്ചാൽ എന്ത്? അല്ല അയാൾക്ക് ഭ്രാന്താന്ന് വരെ തീർക്കുകയാണെങ്കിലേ അയാളെ നമുക്ക് കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, നല്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അയാൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല പണികൾ ഇതൊക്കെയാണ് സാറേ എന്ന് പറയണം.
കിരൺ പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞൊരു കാര്യം, പക്ഷെ അതൊന്നും കൊടുത്താൽ പോരാ, അതിനേക്കാളും വലിയ ഷോക്കായിരിക്കണം അയാൾക്ക് കൊടുക്കാൻ പോകുന്നത്. അതിനകത്ത് അയാൾക്ക് ഒരിക്കലും മുക്തി ഉണ്ടാവരുതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനോഹരൻ ശരിയാന്ന് പറയാണ്. കല്യാണി പറഞ്ഞു അയാൾ ഇത്രയും ദുഷ്ടത്തരമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ രീതിയിൽ കൊടുത്താൽ പോരെന്ന് പറയാണ്. അതെ, കല്യാണി വന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ. കല്യാണിനെ ഇല്ലാതാക്കിയിട്ട് കിരണിനെ കൊണ്ട് എൻ്റെ ഭാര്യനെ കല്യാണം കഴിപ്പിക്കാനാണ് അയാളുടെ ഉള്ള ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് മിക്കവാറും അയാൾ നടത്തുമെന്ന് പറയാം. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതെന്ന് പറയണം. കിരൺ പറഞ്ഞു അതിന് അയാൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ, അയാൾ എഴുന്നേറ്റ് നടത്തിട്ട് വേണ്ടേ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് കിരൺ പറയുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് പ്രൊമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞ കേട്ടോ. ഇതിന് ഫുൾ വിശേഷം വരുമ്പോൾ അപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.